വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വലിയ ബഹളമാണ്. സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിലും ഭയങ്കര ബഹളമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇന്ത്യക്ക് 50% താരിഫ് ഇട്ടത് 18%ആയിട്ട് കുറച്ച് വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മുടെ സാറ്റലൈറ്റ് മീഡിയയിലെ മാധ്യമങ്ങളെല്ലാം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയട്ടെ, ടു ബി ഫ്രാങ്ക്, ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. എന്റെ വിചാരം ഞാനാണ് ലോക കിഴങ്ങനെന്നാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലും വലിയ കിഴങ്ങന്മാർ ഈ ലോകത്തുണ്ടെന്ന്. കാരണം എന്ത് എനിക്കൊരു ദേഷ്യവും അമർഷവും എല്ലാം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ ഡൊണാൾഡ് ട്രംപ് ഇത് എന്താണ് കാണിക്കുന്നത്? കുറെ എണ്ണം ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അമേരിക്ക പറയുന്നത് പോലെയാണോ ഇന്ത്യ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മോദി മറുപടി പറയണമെന്ന്. മോദി എന്തിനാ മറുപടി പറയുന്നത്? ഒരു പിച്ചക്കാരൻ അവിടെ കിടന്ന് ആക്രോശിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ട്രംപ് പറയുന്ന കാര്യങ്ങൾ, അതായത് ഇന്ത്യയോട് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യ അത് ചെയ്തു എന്ന് ട്രംപ് ഒരു കാര്യം പറയുന്നു. അതാണ് ഇവിടെയുള്ള മോദി വിരുദ്ധർക്ക് വിശ്വാസം. അതേസമയം മോദി പറയാണ് ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. മോദി പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇവന്മാരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ സാധിക്കില്ല. ട്രംപ് ഇന്ന് ഒരു നെടുനീളം പോസ്റ്റ് ട്രൂത്ത് സോഷ്യലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് പറയുന്നത്. എന്ത് വ്യാപാര കരാർ ഒപ്പിട്ടു? ഏത് വ്യാപാര കരാർ ഒപ്പിട്ടു? നമ്മൾ ഈ വിഷയം ഇന്ത്യക്ക് താരിഫ് ചുമത്തുന്നതിന് മുമ്പേ ട്രംപ് അധികാരത്തിൽ കയറിയത് തൊട്ടേ നമ്മൾ ഈ അമേരിക്കൻ പൊളിറ്റിക്സും അതിനു മുമ്പും നമ്മൾ ഇത് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നതാണ്. നമ്മൾ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ പോലും നമ്മുടെ സ്റ്റോറിയിൽ ട്രംപിന്റെ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വരി പരാമർശിക്കാതെ നമ്മൾ പോയിട്ടില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിട്ടു. എന്ത് വ്യാപാര കരാറാണ് ഒപ്പിട്ടത്? ഇതിനകത്ത് തന്നെ ഇറ്റ് വാസ് an honor to speak with പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓഫ് ഇന്ത്യ ദിസ് മോർണിംഗ്. ഹി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് പവർഫുൾ ബ്ലാ 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 എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ കുറെ പുകഴ്ത്തുന്നു ട്രംപ്. എന്നിട്ട് പറയുകയാണ്, we spoke about many things including trade and ending the war with Russia and Ukraine. He agreed to stop buying Russian oil. എന്ത് തെമ്മാടിത്തരമാണ് പറയുന്നത് നോക്കി. He agreed me to stop Russian oil. അത് റഷ്യൻ ഓയിൽ നിർത്താന്ന് നരേന്ദ്രമോദി സമ്മതിച്ചു എന്ന്. ഈ അത് നരേന്ദ്രമോദി അത് സമ്മതിക്കില്ല എന്ന് ഇവിടെയുള്ള എല്ലാ കൊച്ചു കുട്ടികൾക്കും ഈ നാട്ടിലെ ഓരോ മണൽത്തരിക്ക് പോലും അറിയാം. കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ റഷ്യ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റഷ്യ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബ്രിക്സിലെ അംഗമാണ്. ബ്രിക്സ് നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഡീഡോളറൈസേഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചൈനയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ചൈന നമ്മളെ അതിലും കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രംപിനെ പോലെ വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരല്ലല്ലോ ഈ റഷ്യയിലുള്ള പ്രസിഡന്റും ചൈനയിലുള്ള പ്രസിഡന്റും എന്ന് പറയുന്നത്. സംഭവം ചൈനീസ് പ്രസിഡന്റുമായിട്ട് ചൈനയുമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഒപ്പിട്ട് തന്നെയാണ് ചൈനയൊക്കെ ആയിട്ട്. അത് മാറില്ല. അവര് ഈ ട്രംപുമായിട്ട് ഒരു കരാർ വെനിസ്വേലൻ എണ്ണയിൽ നമ്മൾ ഒപ്പിടുകയാണെന്ന് വിചാരിക്കുക, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുകയാണെന്ന് വിചാരിക്കുക. അമേരിക്കയുടെ കയ്യിൽ നിന്ന് വെനിസ്വേലയുടെ എണ്ണ റഷ്യയിൽ നിന്ന് നമ്മൾ നിർത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ നിർത്തുന്ന സമയത്ത് ട്രംപ് പറയുകയാണ് ഈ കരാറൊക്കെ അസാധുവാണ്. ഇയാൾ രാവിലെ എണീക്കുമ്പോൾ ഇയാളെ മൂട് നോക്കിയാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. ഈ കരാറൊക്കെ അസാധുവാണ്, ഇനി നിങ്ങൾക്ക് എണ്ണയൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പിച്ചച്ചട്ടിയായിട്ട് റഷ്യയുടെ അടുത്ത് പോകും. നമ്മൾ റഷ്യ അത്രയധികം നമ്മുടെ എല്ലാ കാര്യങ്ങളും റഷ്യൻ ടെക്നോളജി വെച്ച് പല കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ എണ്ണ ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ളത് തന്നെ ഒരു ലോങ് പ്രോസസ്സാണ്. എത്ര മാസം എടുക്കും ഇനി എണ്ണ ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ളത്? കരാറൊക്കെ പരിശോധിക്കണം, അത് മാറ്റി എഴുതണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ ഇയാൾ ഇങ്ങനെ വെറുതെ അങ്ങ് അടിച്ചുവിടുകയാണ്. റഷ്യൻ ഓയിൽ നിർത്തുന്നത് നരേന്ദ്രമോദി എഗ്രി ചെയ്തു എന്ന് പറയുകയാണ്. അതിനുശേഷം ഇയാൾ പറയുകയാണ്, അതുകൊണ്ട് ഇന്ത്യക്കുള്ള താരിഫ് ഞാൻ 25% നിന്ന് 18% കുറച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ അയ്യോ ഡൊണാൾഡ് ട്രംപ് 18% താരിഫ് കുറച്ചു എന്ന്. 25% നിന്ന് 18% താരിഫ് കുറയ്ക്കുന്നു. ഏത് താരിഫ്? 50% നമുക്കിട്ടിരിക്കുന്ന ടോട്ടൽ താരിഫ്. 25% നമുക്കിട്ടിരിക്കുന്ന റഷ്യയിൽ നിന്നും യുക്രൈൻ എണ്ണ വാങ്ങിക്കുന്നതിനുള്ള താരിഫ്, പിന്നെ പിഴ താരിഫ് 25%. ട്രംപ് പറയുന്നത് 25% നിന്നും 18% കുറച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു താരിഫ്, അതായത് 2 താരിഫ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു താരിഫ് 25% ഇട്ടിരിക്കുന്നത് 18 കുറച്ചോ എന്നുള്ളതാണ് ചോദ്യം. അതേ 50% താരിഫ് മൊത്തത്തിൽ 18 കുറച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നിനും വ്യക്തതയില്ല. പോരാത്തതിന് ട്രംപ് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ഞാൻ കർഷക വിപണി മൊത്തം നരേന്ദ്രമോദി എനിക്ക് തുറന്നു തന്നു. നീ ജന്മത്ത് വിചാരിക്കേണ്ടവൻ കർഷക വിപണി അവന് തുറന്നു കൊടുക്കുമെന്ന്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ട്രംപ് പറയുകയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി അതിന് എന്ത് രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തതെന്ന് അറിയാമോ? നരേന്ദ്രമോദി പറഞ്ഞു ശരിയാണ്, അദ്ദേഹം വിളിച്ചിരുന്നു, സംസാരിച്ചു. ഇനി മുതൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് ആയിരിക്കും അമേരിക്കയിലൂടെ ഒഴുകാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി 18% ആക്കിയ താരിഫ്, ആ മോദി പറയുകയാണ് 18% താരിഫ് ആക്കിയല്ലോ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് നരേന്ദ്രമോദി പറയുന്നു. ഒരു കൊട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് താങ്കളുടെ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം
പിന്തുണയുണ്ട് കേട്ടോ. എന്താണ് ഇവൻ ലോക സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നത്? ഇന്ത്യയെ വരെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കാനായിട്ട്, ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യയുടെ 70% എണ്ണ ട്രേഡും അതുവഴിയാണ് പോകുന്നത്. എബ്രഹാം ലിങ്കൺ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു വലിയൊരു മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയൊരു രക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഊതിയതാണെന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഒന്നിനും വ്യക്തതയില്ല. അതിന്റെ ഇടയിൽ ഇന്നലെ മെനങ്ങാന്ന് ജയശങ്കർ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ജയശങ്കർ അമേരിക്കയിൽ എത്തിയത് തൊട്ട് അവന് ക്രിമികടി തുടങ്ങിയതാണ് ഡൊണാൾഡ് ട്രംപിന്. എനിക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങോട്ടാണ് പോകുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, ഇവിടെ സത്യം പറയട്ടെ, ഞാനതൊന്നുകൂടെ ആവർത്തിക്കുക, ഈ ലോക കഴിഞ്ഞവരാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതിനെല്ലാത്തിനും ഒന്ന് എനിക്ക് മറുപടി വേണം. എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ രംഗത്ത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചാനൽ ഇതാണ്. ചർച്ച ചെയ്തിട്ടുള്ള വ്യക്തികളും നമ്മളാണ്. അവസാനം ഇതിന്റെ പ്രേക്ഷകർ തന്നെ മടുത്തിട്ട് നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ വ്യാപാര കരാറിന്റെ 1ാം വട്ടം മുതൽ ഇപ്പോൾ അത് 7ാം വട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 7ാം വട്ട ചർച്ചയാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്: അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിടും. അതിന്റെ രൂപവും ഭാവവും എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോ ഇവിടെ ഞാൻ ഈ ഒരു ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു വ്യക്തിയെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ജെഫ്രി ഡി സാക്സ് ആണ്. ലോക സാമ്പത്തിക വിദഗ്ധനാണ് ജെഫ്രി. ഈ ജെഫ്രി ഡി സാക്സ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയപ്പോൾ ആദ്യം നമുക്ക് 25% താരിഫ് ഉയർത്തി, അതിനുശേഷം നമുക്ക് 25% പിഴച്ചുങ്കം കൂടി ചുമത്തിയപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഇതൊരു തെറ്റായ നയമാണ്, ഇത് തിരിച്ചടിക്കും, അമേരിക്ക പെട്ടുപോകും, എല്ലാവരും നിങ്ങൾക്കെതിരാകും, നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളാണ് എന്ന് പറഞ്ഞു. ട്രംപിന് പിന്നെ അറിയാമല്ലോ, പുള്ളി പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്നുള്ള നിലയിൽ പുള്ളി പോവുകയും ചെയ്തു. ഇന്ന് വീണ്ടും ഇന്ന് ആദ്യം ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഞാൻ ഈ ജെഫ്രി ഡി സാക്സിന്റെ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അറിയാവോ? ഗത്യന്തരമില്ലാതെ ട്രംപ് മുട്ടിലിഴഞ്ഞു, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ എല്ലാം അടിയറ വെച്ചു. കാരണം അതില്ലാതെ മുൻപോട്ട് പോകാൻ വഴിയില്ല അദ്ദേഹത്തിന്. ഇദ്ദേഹം പണ്ട് പറഞ്ഞതാണ്, ഇത് ചുമത്തിയപ്പോഴേ പറഞ്ഞു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യം അതായത് അമേരിക്കയുടെ ഒരു രീതിയുണ്ട്, മറ്റുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, എന്നിട്ട് വ്യാപാര കരാർ ഒപ്പിടിക്കുക, ഇല്ലെങ്കിൽ തങ്ങളുടെ പരിധിയിൽ നിൽക്കുക. ആ കാലം കഴിഞ്ഞു എന്നുള്ളത് ട്രംപിന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ട്രംപ് ഇന്ത്യ അകറ്റി എന്ന് മാത്രവുമല്ല, കൂടെ നിന്ന് യൂറോപ്യൻ യൂണിയനെ കൂടി അകറ്റി. ഇവിടെ സംഭവിച്ചതിന്റെ കണക്കും കാര്യങ്ങളും എന്താണ് ഇന്ത്യ ചെയ്തതെന്നും ഇവിടെ ട്രംപ് എങ്ങനെയാണ് ഈ വഴിക്ക് വന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ധനുഷിന്റെ ഫസ്റ്റ് സംശയം, ഈ 18% താരിഫ് കുറച്ചു എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിംഗ് താരിഫായ 25 18% ആക്കി. നമുക്ക് അധികമായി ഏർപ്പെടുത്തിയ പിഴച്ചുങ്കം, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പിഴച്ചുങ്കം പൂർണ്ണമായി നീക്കിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് 18% താരിഫേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ താഴെ. പാകിസ്ഥാന് 19% ഉണ്ട്, ബംഗ്ലാദേശിന് 20% ഉണ്ട്, ചൈനയ്ക്ക് 37% ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ട്രംപ് ഒരു വിശാല മനസ്കനായി മാറിയത്? ട്രംപ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ വിളിക്കേണ്ടി വന്നത്? അതാണ് നമ്മുടെ ചോദ്യം. അതിനു മുമ്പ് ഒരു ചെറിയ ക്ലാരിറ്റി കൂടെ, അതായത് അവസാനം ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ക്ലാരിറ്റി കൂടി വരുത്തേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. എസ് ജയശങ്കർ അമേരിക്കയിൽ എത്തി. അത് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയേ അല്ല. അദ്ദേഹം അവിടെ എത്തിയത് ക്രിട്ടിക്കൽ മിനറൽ മീറ്റിംഗ്സ് ആണ്. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത ധനുഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ഈ അപൂർവ ധാതുക്കളുടെ ഒരു ശേഖരണം നടത്താനായിട്ട് വിവിധ രാജ്യങ്ങൾ ഒത്തുകൂടുന്നു. ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട്, ജർമ്മനിയുണ്ട്, ഓസ്ട്രേലിയ. അതിന്റെ ചർച്ചകൾക്കും മറ്റുമായിട്ടാണ് മാർക്ക് റൂബിയോയുമായിട്ട് ചർച്ച നടത്താനാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ എത്തിയത്. അതിനോട് തൊട്ട് പിന്നാലെ തന്നെ ഒരു വലിയ പ്രഖ്യാപനവും അമേരിക്ക നടത്തിയിരുന്നു. അവർ $12 ബില്യൺ ഈ അപൂർവ ധാതുക്കൾ, റെയർ മെറ്റൽസ് അല്ല, അപൂർവ ധാതുക്കൾ ഞങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ ലിഥിയം പോലെയുള്ള കൊബാൾട്ട്, നിക്കൽ, ഗ്രാഫൈറ്റ് തുടങ്ങിയവയാണ് ഈ അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നത്. റെയർ മെറ്റൽസ് വേറെയാണ്. ഇത് അഭികാമ്യമായിട്ടുള്ള ഒരു മെറ്റൽസ് ആണ്. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റൽസ് ആണ്. ഇതിനെ ഒന്ന് ക്രോഡീകരിക്കുക. ഇതിന്റെ മീറ്റിങ്ങിനായിട്ടാണ് ശ്രീമാൻ എസ് ജയശങ്കർ ഈ ക്രിട്ടിക്കൽ മിനറൽ മീറ്റിങ്ങിനാണ് പോയത്, അല്ലാതെ വ്യാപാര കരാറുമായി ചർച്ച ചെയ്യുന്നതിനെ അല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരാളൊരു വഴിക്ക് പോകും. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ വീട്ടുകാർ പറയും, അരി വാങ്ങണം, തിരിച്ചു വരുന്ന വഴിക്ക് മീൻ വാങ്ങണം, പച്ചക്കറി വാങ്ങണം, പറ്റിയെങ്കിൽ ആ മരിപ്പ് വീട്ടിലൊന്ന് കയറണം എന്ന് പറയുന്നത് പോലെ അല്ല ഒരു രാജ്യത്തിന്റെ ഒരു മന്ത്രി ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എന്താണോ ആ സബ്ജക്റ്റുമായിട്ടുള്ള മീറ്റിങ്ങിനും വെൽ സ്റ്റഡീഡ് ആയിട്ട് പോവുകയും ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അല്ലാതെ പോകുന്ന വഴിക്ക്
അപ്പുറത്തെ മുറിയിൽ വ്യാപാര കരാറിന്റെ ആൾക്കാരിരിക്കുന്നു, എന്നാൽ അവരുമായിട്ട് കുറെ നേരം സംസാരിച്ചിരിക്കുന്നു. ഇപ്പുറത്ത് ആയുധ കച്ചവടക്കാരിരിക്കുന്നു, അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. ട്രംപിനെ അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല ഇതിന്. അപ്പൊ ഇതാണ് അതിനകത്ത് ഒരു കാര്യം. എല്ലാ രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരാണ്, ഇതിൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും വിദേശകാര്യമന്ത്രിമാരാണ് ഈ ക്രിട്ടിക്കൽ മിനറൽ മീറ്റിംഗ്സിന് പോയിരിക്കുന്നത്. അവരുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമനുസരിച്ച് 12 ബില്യൺ ഡോളറിന്റെ ഇത് ശേഖരിക്കുക, എല്ലാവരും കൂടെ ശേഖരിക്കുക. ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതായതുകൊണ്ട് എല്ലാവരും കൂടെ കോമൺ ആയിട്ട് ഇത് ശേഖരിക്കുക. ഇത് ഫലത്തിൽ ചൈനയ്ക്ക് ഒരു ചെക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീക്കം. കാരണം ഇതിന്റെയൊക്കെ ഒരു തലതൊട്ടപ്പൻ കിങ് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഒരു തടയിടുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. ഇനി ട്രംപിന്റെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടത്തിയിട്ടുള്ള ഒരു രാജ്യം അമേരിക്കയായിരുന്നു. ആ അമേരിക്കയുമായിട്ട് നമുക്ക് 2024-25 കാലഘട്ടങ്ങളിൽ നമുക്ക് ഏതാണ്ട് 212 ബില്യൺ ഡോളറിന്റെ കച്ചവടം ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അമേരിക്ക ഇന്ത്യയിലേക്ക് 25 ബില്യൺ ഡോളറിന്റെ ചരക്കുകൾ ഇറക്കിയപ്പോൾ നമ്മൾ 129 ബില്യൺ ഡോളറിന്റെ ചരക്ക് അങ്ങോട്ട് കയറ്റി വിട്ടു. ഇത് ശരാശരിയാണ്. ഇതിനകത്ത് ചരക്ക് മാത്രമല്ല സേവനങ്ങൾ ഉൾപ്പെടും. അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ആകെ ഉള്ള ഒരു ശരാശരി കണക്കാണ് 212 എന്ന് പറയുന്നത്. ഇതൊരു വലിയ തുക തന്നെയാണ്. 129 ഡോളറിന്റെ കയറ്റുമതി നമുക്ക് അമേരിക്കയുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. ട്രംപ് താരിഫ് ഉയർത്തിയത് നമ്മുടെ രാജ്യത്തെ ബിസിനസ്സിന് അതൊരു ബാധകമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എല്ലാ ചർച്ചകളിലും പറയുന്നതാണ്. ഇപ്പോഴും ഞാനത് ആവർത്തിക്കുന്നു. പക്ഷെ നരേന്ദ്രമോദി ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനായിട്ട് അദ്ദേഹം ഈ എട്ടുകാലി വല നെയ്യുന്നത് കണക്ക് അദ്ദേഹം വല നെയ്തു. ട്രംപ് അവിടെ കിടന്ന് ബഹളങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹം അനങ്ങാതെ UK-യുമായിട്ടൊരു ഫ്രീ ട്രേഡിംഗ് കരാർ വെച്ചു, 0 താരിഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് തൊട്ടു പിന്നാലെ ഒമാനുമായിട്ട് നമ്മൾ സമാനമായൊരു കരാർ വെച്ചു, ന്യൂസിലൻഡുമായിട്ട് നമ്മൾ സമാനമായൊരു കരാർ വെച്ചു. ഇപ്പോൾ നമ്മൾ ഈ വർഷം മാർച്ചിൽ നമ്മൾ ഇസ്രായേലുമായിട്ടൊരു കരാർ ഒപ്പിടുന്നു, UAE-യുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നു, റഷ്യയുടെ കരാറും ഈ അടുത്ത് തന്നെ ഉണ്ടാകും. ഇതെല്ലാം ഫ്രീ ട്രേഡിംഗ് കരാറാണ്. അതായത് ഇന്ത്യയുടെ ബിസിനസ് രംഗം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഫ്രീ ട്രേഡിംഗിലേക്ക് പോകുന്നു, അതായത് താരിഫ് ഇല്ലാത്ത ലോകത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഇന്ത്യ ബുദ്ധിപൂർവമായ മറ്റൊരു കാര്യം കൂടെ നടത്തി. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും ഒക്കെ വ്യാപാരത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് ആ വ്യാപാരം ഓസ്ട്രേലിയ, UAE, സ്വിറ്റ്സർലൻഡ്, നോർവേ തുടങ്ങിയ ഇടങ്ങളിലേക്ക് മാറ്റിവിട്ടു. അതായത് അമേരിക്കയിൽ നിന്ന് നമ്മുടെ കച്ചവടം കുറഞ്ഞത് മാത്രമല്ല അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളുടെ നിന്ന് നമ്മൾ കച്ചവടം കുറച്ചു. പിന്നെ നമ്മൾ ചെയ്ത മറ്റൊരു വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് നമ്മൾ വ്യാപാര ബന്ധം കൂട്ടി. റഷ്യയുമായിട്ട് നമുക്ക് ഉള്ള ആ വ്യാപാര ബന്ധം എണ്ണ വാങ്ങലുമായിട്ട് മുൻപോട്ട് പോകും. ഇനി അങ്ങനെ ഈ മുമ്പോട്ട് പോകുന്ന അവസരത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ എത്തുന്നത്, ഒരു കരാർ ഒപ്പിടുന്നു, ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പിടുന്നു. 27 രാജ്യങ്ങളാണല്ലോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ. ആ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒപ്പിട്ട കരാർ അനുസരിച്ച് നിലവിൽ ഇനി ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടേത് ഇപ്പോഴത്തെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മുടെ രാജ്യങ്ങളുടെ കയറ്റിറക്ക് 180 ബില്യൺ ആണ്. അതായത് അമേരിക്കയുടെ 212 ആണ്, ഒറ്റ രാജ്യത്തേക്കാണ് കയറ്റിവിടുന്നത്. ഇത് 27 രാജ്യങ്ങളോടൊക്കെ നമ്മൾ കയറ്റിവിടും 180 ബില്യൺ ആണ്. പക്ഷേ ഈ അന്നേരം 136 ബില്യൺ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് കയറ്റിവിടുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത്. പക്ഷെ നമ്മൾ ഒരു രാജ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയാണ്. ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ 27 രാജ്യമാണല്ലോ, അവരുടെ സഖ്യത്തിലേക്ക് നമ്മൾ 136 ബില്യൺ ഡോളർ നമുക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയിലേക്ക് നമ്മൾ 129 കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു രാജ്യം എന്ന കണക്കെടുക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഈ കരാർ ഒപ്പിട്ടതോടുകൂടി അത് 300 ബില്യൺ ഡോളറിലേക്ക് കൂടുകയാണ്. അതായത് അമേരിക്കയിൽ നിന്ന് വന്ന നഷ്ടത്തിന് മുകളിലേക്ക് നികത്തിക്കഴിഞ്ഞ് കൂടുകയാണ്. അമേരിക്കയിൽ നമ്മൾ അയക്കുന്ന ഇതിന്റെ ഡബിൾ ആകുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഡബിൾ ആകുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അമേരിക്കയുടെ ഒരു നഷ്ടം വലിയ നഷ്ടമല്ലാത്ത ഒരു സാഹചര്യം വരുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് യൂറോപ്യൻ യൂണിയനെ കൂടെ വെറുപ്പിച്ചു. അവര് പഴയത് കണക്ക് മിണ്ടാതെ നിന്നില്ല. അവർ നേരെ ഇന്ത്യയുമായി ട്രേഡ് വെച്ചു. UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയുമായിട്ടും കരാർ ഒപ്പുവെച്ചു. ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ചൈനയുമായിട്ടും ഫ്രീ ട്രേഡിംഗ് കരാറിലേക്ക് പോകാൻ. ഇപ്പൊ ലോകം മുഴുവൻ ഫ്രീ ട്രേഡിംഗ് കരാറിന്റെ ഒരു വലിയ ഒരു തരംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ലോകത്തെ ഭീഷണിപ്പെടുത്താമെന്നും ഒപ്പിടിയിക്കാമെന്നും കരുതിയ ട്രംപിന് അത് വലിയ ക്ഷീണമായി മാറി. ഇനി പ്രധാനമായി പറയുന്നത് എണ്ണ നിർത്തി എന്നാണല്ലോ. ഇതെനിക്ക് തോന്നുന്നത് ഇതും കൂടെ കൂട്ടി അദ്ദേഹം 3ാമത്തെ തവണയാണ് റഷ്യയുടെ എണ്ണ ഇന്ത്യ നിർത്തി എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് പറഞ്ഞത് റഷ്യയുടെ എണ്ണ നിർത്തി എന്ന് പറഞ്ഞു. അന്ന് വലിയ കോലാഹലമായിരുന്നു. നമ്മൾ രണ്ടും കൂടി ഇരുന്നാണ് അത് ചർച്ച ചെയ്തത്. അതിന്റെ ക്ലാരിറ്റി നമ്മൾ വരുത്തി.
തനിഷ് പറഞ്ഞത് ശരിയാണ്. ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല. ഇതിന്റെ ഈ ഓർഡറുകൾ കൊടുക്കുന്നതിന് 6 മാസം മുമ്പൊക്കെ തന്നെയാണ്. ഇപ്പം അതുകൊണ്ട് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട്, എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് മാസത്തിൽ 1-2 തവണയെങ്കിലും ഈ റഷ്യൻ എണ്ണയുടെ എത്ര ബാരൽ വന്നു പോയി എന്നൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ചാനൽ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും. നമ്മളതിന്റെ 1.3 ബില്യൺ ആയിരുന്നു ഈ വർഷം, അല്ല ദശലക്ഷം ബാരലായിരുന്നു ഇത്ര ഇറക്കിയത് പറയുന്നു. ഇപ്പൊ മാർച്ചിലേക്ക് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് 8 ലക്ഷം ബാരലിന്റെയാണ്. അതായത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ അത് കഴിഞ്ഞ മാസം എടുത്ത 1.3 ലക്ഷം ബാരലിൽ നിന്ന് കുറവുണ്ടായിട്ടുണ്ട്. 8 ലക്ഷം ബാരലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം നമുക്ക് അവിടുന്ന് ഡിസ്കൗണ്ട് റേറ്റ് കുറയുന്നുണ്ട്. രണ്ടാമത്തേത് നമുക്ക് അത് അവിടെ എത്തിക്കാൻ സാധ്യതയും ഇല്ല. അതിന്റെ ഒരു എത്തിക്കുന്ന ട്രേഡിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ വെനിസ്വേലയുടെ എണ്ണ ഇന്ത്യക്ക് വാങ്ങണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അത് വിൽക്കണമെന്ന് അമേരിക്കയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഒരു രാജ്യമാണ്. അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ കയ്യെ പിടിച്ച് ഈ സാധനം മേടിപ്പിക്കുക എന്നുള്ളതേ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അതായത് റഷ്യയെക്കാളും ഡിസ്കൗണ്ട് കുറവുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ വാങ്ങൂ. അതുകൊണ്ടാണ് ഇന്ത്യ പണ്ടും പറഞ്ഞത് ഇറാന്റെ കയ്യിൽ നിന്നോ വെനിസ്വേലയുടെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിലും ഞങ്ങൾ എണ്ണ വാങ്ങാൻ തയ്യാറാണ്. ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. അതായത് വില കുറച്ച് തരണം. നിലവിലത്തെ സാഹചര്യത്തിൽ അവിടുത്തെ ഹൈ ഡെഫിനിഷൻ ഇതുള്ള ആ ഒരു സാന്ദ്രത കൂടിയ ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഹെവി ക്രൂഡ് ഓയിൽ, നമ്മളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അതിനെ കുറിച്ച്. അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ റിഫൈനറി ഉള്ള രാജ്യവും ഇന്ത്യയാണ്. അപ്പൊ എല്ലാം കൊണ്ടും ആ വെനിസ്വേലയിലെ എണ്ണ വിറ്റ് തീർക്കണമെങ്കിൽ ഇന്ത്യ അനിവാര്യമായ ഘടകമാണ്. പിന്നെ ലോകത്ത് തന്നെ ഒറ്റപ്പെട്ടു. കാരണം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അവരവരുടെ വഴിക്ക് പോവുകയും, അതിലും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്, അവരുടെ നാണയത്തിൽ ട്രേഡിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ധനുഷ് കണ്ടു കാണും, ഞാൻ പറഞ്ഞിരുന്നല്ലോ അത്. ചൈന അവരുടെ നാണയത്തിൽ ട്രേഡിംഗ് നടത്താൻ തീരുമാനിച്ചു. ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തീരുമാനിച്ചു. ഇവിടെ ട്രംപിന് മനസ്സിലായി ഇനി ഈ ബലം പിടിച്ച് നിന്നിട്ട് അഹങ്കാരം കാണിച്ചിട്ട് ഒരു കാര്യവും നിലവിലില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതായത് ലോകം അമേരിക്കയുടെ ചുറ്റും വലം വെക്കുകയല്ല ചെയ്യുന്നത്, ലോകം മറ്റ് ഇടങ്ങളിലേക്ക് മാറുകയാണ്. അതായത് ഇതിനെക്കുറിച്ച് ഈ ജെഫ്രി ഡി സാക്സ് തന്നെ പറയുന്നത്, ഇന്ത്യ ലോകത്ത് അനവധി പ്ലാറ്റ്ഫോമുകൾ പുതിയതായി ഓപ്പൺ ചെയ്തു. ആ പ്ലാറ്റ്ഫോമിലൂടെ അവർ മുൻപോട്ട് പോയപ്പോൾ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ ഇല്ലാതായി. അതായത് താരിഫ് ഉയർത്തിയതും പ്രഷർ ചെലുത്തിയതും മൂലം കീഴടങ്ങും എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് ബന്ധം അകന്നു. ചൈന അവിടുത്തെ ഒരു പവറായിട്ട് ഉയർന്നു വരുന്നതിന് കാരണമായി. ചൈനയെ തടയിടുന്നതിന് ഇന്ത്യ കൂടാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യയെ വെറുപ്പിച്ചതിലൂടെ അത് നഷ്ടമാക്കി. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ വെറുപ്പിച്ചതിലൂടെ അവരുടെ വിശ്വാസ്യതയും പോകും. അങ്ങനെ വിശ്വാസ്യതയില്ലാത്ത ഒരു പ്രസിഡന്റ് ഇപ്പോൾ ഈ താരിഫ് പ്രഖ്യാപിച്ചിട്ട് ഈ കരാർ ഒപ്പിടും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്ത് നേട്ടമാണ് അമേരിക്കയ്ക്കുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്ത് നേട്ടമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. 2, കാർഷിക വിപണിയെ കുറിച്ച് മുമ്പ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിൽ എത്തിയ സമയത്ത്, അതായത് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് തന്നെയാണ് ഇന്ന് ട്രംപ് കോട്ട് ചെയ്തത്. $500 ബില്യൺ നമ്മുടെ വ്യാപാരം ഉയർത്തും. അത് നരേന്ദ്രമോദി പോകുന്നിടത്തെല്ലാം ഡബിൾ ആക്കണം. നമ്മളിപ്പോ 2031 റഷ്യയുമായിട്ട് നമ്മൾ $500 എത്തിക്കുക എന്നുള്ളതാണ്. 500 ബില്യൺ ഡോളറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ സെയിം ഡയലോഗാണ് ഇന്നലെ ട്രംപ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഞങ്ങളുടെ ബിസിനസ് 500 ബില്യണിലേക്ക് എത്തിക്കും എന്നുള്ളത്. ഇതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർഷിക വിപണി ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ ശതമാനം മാത്രമാണ്. അതിൽ ചില ഇളവുകൾ കൊടുക്കാമെന്ന് അമേരിക്കയോട് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴിനി ഇത് പറയുമോ എന്നറിയില്ല. കാരണം ബാർഗൈനിങ് കപ്പാസിറ്റി ഇന്ന് ഇന്ത്യക്കാണ് കൂടുതൽ, അമേരിക്കയ്ക്കല്ല. കാരണം ഇന്ത്യക്ക് ബാർഗൈനിങ് കപ്പാസിറ്റി, കാരണം നമ്മളുമായി ഫ്രീ ട്രേഡിംഗ് ചെയ്യാനായിട്ടുള്ള രാജ്യങ്ങളും അനവധി കരാറുകളും കാര്യങ്ങളും മുൻപോട്ട് വരുന്നു. ആ താരിഫിനെ അതിജീവിച്ച് 3 ക്വാർട്ടറുകൾ, അതായത് ഏതാണ്ട് 10 മാസത്തോളം നമ്മൾ അതിജീവിച്ച് മുൻപോട്ട് പോയി. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇപ്പൊ എനിക്കാണ് കപ്പാസിറ്റി. ആദ്യം എൻ്റെ അടുത്ത് വന്ന് നമ്മൾ രണ്ടും കൂടെ ഒരു ട്രേഡിങ്ങിന് ഇരിക്കുമ്പോൾ ഈ ബാർഗൈനിങ് കപ്പാസിറ്റിക്ക് ഒരു വലിയ പവർ ഉണ്ട്. മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്കായിരുന്നു ബാർഗൈനിങ് കപ്പാസിറ്റി കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയുടെ ബാർഗൈനിങ് കപ്പാസിറ്റിയുടെ നട്ടലൊടിച്ചത് മോദിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനകത്ത് പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയൻ ആയിട്ട് വെച്ച കരാറ്, അതുകൂടാതെ UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡിംഗ് കരാറ്, ഒമാനുമായിട്ടുള്ളത്, ന്യൂസിലാൻഡുമായിട്ടുള്ളത്, ഇനിയിപ്പോ ഒപ്പിടാൻ പോകുന്ന ഇസ്രയേല്, UAE, റഷ്യ, ഒപ്പം തന്നെ പെറു തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വെക്കാൻ പോകുന്നു. ചൈനയുമായിട്ട് നമ്മുടെ വ്യാപാര ബന്ധം വളരെയധികം മെച്ചപ്പെട്ടു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷിയ ജപ്പാനും ദക്ഷിണ കൊറിയയും പോലെയുള്ള രാജ്യങ്ങളെ നിന്ന് നമ്മൾ പതുക്കെ ട്രേഡിംഗ് കുറച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ സ്ഥിര നിക്ഷേപം അമേരിക്കയിൽ നിന്ന് പിൻവലിക്കുകയും
നമ്മൾ ചെയ്യുകയുണ്ടായി. ജർമ്മനി പോലും അവരുടെ സ്വർണം തിരിച്ചു വാങ്ങിക്കുന്ന നിലയിലേക്ക് വിശ്വാസത തകർന്ന ഒരു ഭരണകൂടമായി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റായി ട്രംപ് മാറുകയും ചെയ്തിരിക്കുന്നു. അതായത് അമേരിക്കയ്ക്ക് ഒരു വിലയില്ലാത്ത ഒരു കാലമാണെന്ന് 2025 നമ്മളെ തെളിയിച്ചു. അദ്ദേഹം ഉണ്ടാക്കിയ ശബ്ദ കോലാഹലങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കുന്തവും നടന്നിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും പൂർവാധികം ഭംഗിയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗസയിൽ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ഇസ്രായേൽ വാരി വലിച്ച് ബോംബിട്ട് അലക്കി 10-50 പേര് കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ ആ വഴിക്ക് പോകുന്നു. അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാണ്. ഇതിൽ തായ്വാന്റെ ആ കേസിനകത്ത് ഇപ്പൊ വാർത്തകൾ വരുന്നില്ലെന്നേ ഉള്ളൂ. അവിടെയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു. അതായത് ഇദ്ദേഹം പറഞ്ഞത് എവിടെയാണ് യുദ്ധം നിർത്തിയതോ എന്താണെന്ന് അറിയില്ല. ഏതായാലും മോദി പറഞ്ഞതിനെ ഞാൻ നല്ല അർത്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്. കാരണം ഇങ്ങനെ അലമ്പുണ്ടാക്കാതിരുന്നാൽ തന്നെ ലോകത്തിനൊരു സമാധാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ അലമ്പുണ്ടാക്കാതിരിക്കുന്നുണ്ടല്ലോ, അത് ലോക സമാധാനത്തിന് വലിയ മുതൽക്കൂട്ടെന്ന രീതിയിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഏതായാലും ഇറാനുമായിട്ട് ഇപ്പൊ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു നല്ല കാര്യം. കാരണം കൈവെക്കാൻ പറ്റില്ല എന്ന് പുള്ളിക്ക് തോന്നി. കാരണം മൊത്തത്തിൽ അലമ്പായി കഴിഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെടുകയുള്ളൂ. അവരുടെ കൂടെ നിൽക്കുന്നവർ പോലും ചൈനയെ തേടി പോകുന്നു. കാനഡ പോലും ചൈനയുമായിട്ട് വ്യാപാര കരാർ ഒപ്പിടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കാനഡയെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? UK KM സ്റ്റാമർ ഒരു സംഘം ആളുകളും കൂടെ ഇപ്പൊ ചൈനയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരും കരാർ ഒപ്പിടുകയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയും ചൈനയുമായിട്ട് നല്ല രീതിയിൽ വ്യാപാര ബന്ധം പുരോഗമിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി നമ്മളുമായിട്ട് ഈ എന്തെങ്കിലും രൂപയിൽ നമുക്ക് വിനിമയം നടത്താൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെല്ലാം മാറി വന്നപ്പോൾ ഡോളർ ഭാവിയിലായാലും അധികം വൈകാതെ തന്നെ തട്ടുകേട് കിട്ടുമെന്ന് മനസ്സിലാകുന്നു. ചുറ്റോട് ചുറ്റും നിൽക്കുന്നവരില്ല, കാൽച്ചോട്ടിലെ മണ്ണും ഒലിച്ചു തുടങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതേ നടക്കൂ. പിന്നെ ട്രംപിന്റെ ഒരു രീതിയുണ്ട്. എന്ത് കാര്യത്തിനും പുള്ളിയുടേതായിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഒരു ഒരു പ്രത്യേകത കൊണ്ടുവരും. എല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് ഒരു ട്രംപ് ടച്ച്. അതായത് എന്താണെന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല. പൊതുവെ യൂറോപ്യൻസിന് ഉള്ള ഒരു സംഭവമുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ ഒരു ജന്മിത്ത ചിന്താഗതിയുണ്ട്. ഒരു ഫ്യൂഡൽ ചിന്താഗതിയുള്ള ആളുകളാണ് കൂടുതൽ. ട്രംപിന് അല്പം കൂടുതലുണ്ട്. അപ്പോ ഇപ്പൊ ധനുഷ് ഇപ്പൊ ഒരു നല്ല കാര്യം ചെയ്താലും ധനുഷ് ചെയ്തു എന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു ധനുഷ് അത് ചെയ്തു. ഇപ്പൊ ധനുഷ് ഇപ്പൊ ഒരു വാർത്ത ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ലോകം. ഇന്നിപ്പം അദ്ദേഹത്തിന്റെ ഭക്തര് പോലും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ രസകരമായിട്ടൊരു കാര്യം. അതായത് ഇപ്പം നമ്മൾ പറയത്തില്ലേ, പൂർത്തും മിടുക്കനായിട്ട് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ പറയും അവൻ ഈ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത്, ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അതിന്റെ വേറൊരു ടൈപ്പായിട്ട് മാത്രം ട്രംപിനെ കണ്ടാൽ മതി. അല്ല അദ്ദേഹത്തിന് ഒരു വലിയ ഇതൊന്നും കൊടുക്കണ്ട. ഏതായാലും ഈ ജെഫ്രി ഡി സാക്സിനെ പോലുള്ളവർ ചോദിക്കുന്നത് എന്ത് നേടി നിങ്ങൾ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ ഏതായാലും ട്രംപ് ഒരു വലിയ ഉപകാരമാണ് ഇന്ത്യക്ക് ചെയ്തതെന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരുപാട് തട്ടുകേടും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ താരിഫ് ഉയർന്നപ്പോൾ ഉണ്ടായി. ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കി ഇരുന്നിടത്ത് ഇന്ത്യ അതുക്കും മേലെ കാണിച്ചു കൊടുത്തു. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ഡിസ്കഷൻ, ഈ അനാലിസിസ് കണ്ട പ്രേക്ഷകർ തീരുമാനിക്കുക എന്താണ് സംഭവിച്ചത്. മോദി മുട്ടുമടക്കിയോ ട്രംപ് മുട്ടുമടക്കിയോ എന്നുള്ളതിന് കൃത്യമായ ഉത്തരം ഈ അനാലിസിസ് ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനായിട്ട് അത് പറയുന്നില്ല. ഇത് മുഴുവൻ ഇരുന്ന് കേട്ട് കഴിയുമ്പോൾ ആരാണ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയുണ്ടാവും.